പ്രകൃതി തന്റെ സ്വാഭാവിക സൗന്ദര്യം ആവോളം പകർന്നു നൽകിയ സുന്ദര ഗ്രാമം. അതാണ് മലപ്പുറം ജില്ലയിലെ പരിയാപുരം എന്ന കൊച്ചു ഗ്രാമം. 10,000-ങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്ന് അറിവിന്റെ ഉന്നതങ്ങളിലേക്ക് ഒരു കൈത്താങ്ങായി ഉയരുകയാണ് നമ്മുടെ വിദ്യാലയം. കുടിയേറ്റ ജനതയുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകിക്കൊണ്ട് 1951 തലശ്ശേരി അതിരൂപതയുടെ കീഴിൽ ഈ വിദ്യാലയം സ്ഥാപിക്കപ്പെട്ടു. ഇന്ന് താമരശ്ശേരി കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിക്ക് കീഴിൽ വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി അനേകം കുട്ടികൾ അറിവിന്റെ ആദ്യ അക്ഷരം നുകരാൻ ഈ അക്ഷരവാടിയിലേക്ക് ഒഴുകിയെത്തുന്നു. താമരശ്ശേരി രൂപത അധ്യക്ഷൻ മാർ റെമീജിയോസ് ഇഞ്ചനാനിയൽ, രക്ഷാധികാരിയായി റവറന്റ് ഫാദർ ജോസഫ് വർഗീസ് പാലക്കാട് നേതൃത്വം നൽകുന്ന താമരശ്ശേരി കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ പൂർണ്ണ പിന്തുണയോടെ മുന്നോട്ടു പോകുന്ന വിദ്യാലയത്തിന് കറസ്പോണ്ടന്റ് മാനേജർ ഫാദർ ജോർജ് കളപ്പുരയ്ക്കലിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു നീങ്ങുന്നു. മങ്കട സബ് ജില്ലയിലെ പൊതുവിദ്യാലയത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന AEO ശ്രീ മുഹമ്മദ് ഇക്ബാൽ സാറിന്റെയും മങ്കട നിയോജക മണ്ഡലം MLA ശ്രീ മഞ്ഞളാംകുഴി അലിയുടെയും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷഹർബാന്റെയും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സൈദ ടീച്ചറിന്റെയും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി PT ഫൗസിയുടെയും മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി വിൻസി അനിലിന്റെയും പഞ്ചായത്ത് അംഗം ശ്രീ അനിൽ പുലിപ്രയുടെയും PTA പ്രസിഡന്റ് ശ്രീ ഷാൻഡോ തകടിയൽ, MPTA പ്രസിഡന്റ് ശ്രീമതി വിജിത രാജീവിന്റെയും നിർദ്ദേശങ്ങളും പിന്തുണകളും ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീമതി ഷീല ജോസഫ് നേതൃത്വം നൽകുന്ന ഈ വിദ്യാലയത്തിൽ 41 അധ്യാപകരും 29 ഡിവിഷനുകളിലായി 972 വിദ്യാർത്ഥികൾ അറിവ് നേടുന്നു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക ശ്രീമതി ഷീല ജോസഫ്, ശ്രീമതി ലിസിമോൾ ഡൊമിനിക്കിനുള്ള യാത്രയയപ്പ് സമുചിതമായി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഏറ്റവും സന്തോഷത്തോടുകൂടി പാഠ്യേതര വിഷയങ്ങളിൽ വെന്നിക്കൊടി പാറിച്ച 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ആദരപൂർവ്വം സമർപ്പിക്കുന്നു. ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം വർണ്ണാഭമായ ചടങ്ങുകൾ കൊണ്ട് ശ്രദ്ധേയമായി നവാഗതരായ കുരുന്നുകൾക്ക് സമ്മാനങ്ങളും കലാവിരുന്നും നൽകിക്കൊണ്ട് എതിരേറ്റു. റവറന്റ് ഫാദർ ജെയിംസ് വാമറ്റത്തിൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ശ്രീ അനിൽ പുലിപ്ര ഉദ്ഘാടനവും മുൻ PTA പ്രസിഡന്റ് ശ്രീ സൽമാൻ ഫാരിസ് ആശംസയും അർപ്പിച്ചു. കൂടാതെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പായസം വിതരണം ചെയ്തു. ജൂൺ 5 പരിസ്ഥിതി ദിനാഘോഷത്തോടെ ഈ വർഷത്തെ ദിനാചരണങ്ങൾക്ക് തുടക്കം കുറിച്ചു. ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് വൃക്ഷത്തൈ നട്ടുകൊണ്ട് പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം വിളിച്ചോതി. സ്വന്തം വീടുകളിൽ വൃക്ഷത്തൈ നടൽ, പോസ്റ്റർ നിർമ്മാണം, പരിസ്ഥിതി ദിന സന്ദേശം, സന്ദേശഗാനം, ക്വിസ് തുടങ്ങിയവ സംഘടിപ്പിച്ചു. ജൂൺ 16 ബലിപ്പെരുന്നാളിന്റെ ഭാഗമായി FUPസിൽ മെഹന്തി മുഞ്ച് 2024 സംഘടിപ്പിച്ചു. കുട്ടികൾക്ക് അന്നേ ദിവസം സ്പെഷ്യൽ ഫുഡ് നൽകി. ജൂൺ 19 PN പണിക്കർ സ്മരണാർത്ഥം മലയാളം ക്ലബിന്റെ ഭാഗമായി വായനാവാരം ആചരിച്ചു. അന്നേ ദിവസം വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം ശ്രീ സുനിൽ പേഴുക്കാട് നിർവഹിച്ചു. കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനായി വായനപ്പുര സ്ഥാപിക്കുകയും വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. LP UP വിഭാഗങ്ങളിൽ നിന്ന് കുട്ടികളെ വിദ്യാരംഗം സർഗോത്സവ ശില്പശാലയിൽ പങ്കെടുപ്പിച്ച് മികവാർന്ന നേട്ടം കൈവരിച്ചു. ജന്മദിന സമ്മാനം ലൈബ്രറിയിലേക്ക് ഒരു പുസ്തകം എന്ന പദ്ധതി ഈ വർഷവും തുടരുകയും കുട്ടികൾ പിറന്നാളിന് മിഠായിക്ക് പകരം പുസ്തകം നൽകുന്നത് ഏറെ സന്തോഷവും നൽകുന്നു. ജൂൺ 21 യോഗാ ദിനത്തിന്റെ ഭാഗമായി പെരിയാപുരം ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ഡോക്ടർ അശ്വതിയുടെ നേതൃത്വത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. ഒളിമ്പിക്സിനോടനുബന്ധിച്ച് ഒളിമ്പിക്സ് ക്വിസ് നടത്തപ്പെട്ടു. ജൂൺ 26 വ്യക്തിത്വ വികസന ക്ലബിന്റെ ഉദ്ഘാടനത്തോടൊപ്പം ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ ശ്രീ ആന്റണി സാറിന്റെയും സിസ്റ്റർ ഗീതയുടെയും ശ്രീമതി ജാൻസി ടീച്ചറുടെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ലഹരി വിരുദ്ധ റാലിയും വിവിധ മത്സര പരിപാടികളും സംഘടിപ്പിച്ചു. ജൂലൈ 5 ബഷീർ അനുസ്മരണ ദിനത്തിൽ മലയാളം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബഷീർ കൃതികളെ ആസ്പദമാക്കി ദൃശ്യാവിഷ്കരണവും ബഷീർ കൃതികളെ പരിചയപ്പെടുത്തൽ, ബഷീർ ദിന ക്യൂസ് എന്നിവ സംഘടിപ്പിച്ചു. ജൂലൈ 6 PTA ജനറൽ ബോഡി യോഗത്തിൽ ശ്രീ ഫിലിപ്പ് മമ്പാടിന്റെ നേതൃത്വത്തിൽ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ക്ലാസ് PTA നടത്തുകയും ചെയ്തു. കുട്ടികൾക്ക് ജനാധിപത്യ ഭരണ മാതൃക നൽകുവാൻ ഉപകരിക്കത്തക്ക വിധത്തിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തപ്പെട്ടു. മാസ്റ്റർ ഡലൻ MB സ്കൂൾ ലീഡറായും മാസ്റ്റർ ഷോൺ സനീഷ് അസിസ്റ്റന്റ് ലീഡറായും കുമാരി സന മെറീൻ ആർട്സ് സെക്രട്ടറിയായും മുഹമ്മദ് റിഷാൽ K സ്പോർട്സ് ലീഡറായും തെരഞ്ഞെടുക്കപ്പെട്ടു. ജൂലൈ 21 പ്രധാനാധ്യാപിക ചാന്ദ്രദിന സന്ദേശം നൽകുകയും കുട്ടികളുടെ പങ്കാളിത്തത്തോടെ ചന്ദ്രനിലേക്ക് ഒരു യാത്രാ അവതരണവും നടത്തി.
വിശുദ്ധ അൽഫോൻസ വാരാചരണത്തിൽ LP UP വിഭാഗത്തിൽ ക്വിസ് മത്സരവും പ്രസംഗ മത്സരവും അൽഫോൻസ ഗാനാലാപനവും നടത്തി. സംസ്കൃത ക്ലബിന്റെ ഭാഗമായി ജൂലൈ 24 രാമായണ ക്വിസ് നടത്തി. ജൂലൈ 31 ഹിന്ദി ക്ലബിന്റെ ഭാഗമായി പ്രേംചന്ദ് ജയന്തിയുമായി ബന്ധപ്പെട്ട് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഓഗസ്റ്റ് 6 9 സോഷ്യൽ സയൻസ് ക്ലബിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളോടെ ഹിരോഷിമ നാഗസാക്കി ദിനങ്ങൾ ആചരിച്ചു. ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം പ്രധാനാധ്യാപിക ഷീല ടീച്ചറുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം, മാസ് ഡ്രിൽ, ദേശഭക്തിഗാന മത്സരം, നൃത്താവിഷ്കാരം, സ്വാതന്ത്ര്യദിന ക്യൂസ്, ഫാൻസി ഡ്രസ് മത്സരവും പതാക നിർമ്മാണ മത്സരവും പായസ വിതരണവും നടന്നു. ഓഗസ്റ്റ് 16-17 തീയതികളിലായി വിവിധ വിഷയത്തിലുള്ള ശാസ്ത്രമേളകൾ നടത്തി ഉപജില്ലാ മത്സരത്തിലേക്കുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 30-31 തീയതികളിൽ 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അധ്യാപകരുടെ നേതൃത്വത്തിൽ സ്കൂൾ കലാമേള ചിലമ്പൊലി 2024 നടത്തപ്പെട്ടു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ നേതൃത്വത്തിൽ ആശംസാ കാർഡുകൾ നൽകി അധ്യാപകരെ ആദരിച്ചു. സെപ്റ്റംബർ 13 കേരള തനിമ വിളിച്ചോതുന്ന ഓണാഘോഷ പരിപാടികൾ വളരെ വിപുലമായ രീതിയിൽ സ്കൂൾ അങ്കണത്തിൽ നടത്തപ്പെട്ടു. പൂക്കളം, ക്ലാസ് അടിസ്ഥാനത്തിലുള്ള മത്സരങ്ങൾ, വടംവലി, സമ്മാന വിതരണം, ഓണസദ്യ എന്നിവ PTA സഹകരണത്തോടെ സംഘടിപ്പിച്ചു. സെപ്റ്റംബർ 24-25 തീയതികളിലായി ആനുവൽ സ്പോർട്സ് മീറ്റ് ഒളിമ്പിയ 2K24 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ആവേശോജ്വലമായ മത്സരങ്ങൾ കാഴ്ചവെച്ചു. PTA ജനറൽ ബോഡി യോഗത്തിൽ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ SI ശ്രീ ഷിജോ തങ്കച്ചന്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നവംബർ 1 കേരളത്തിന്റെ ജന്മദിനം. കേരളപ്പിറവി ദിനാചരണം സാഹോദര്യത്തിന്റെയും കേരള തനിമയുടെയും മാഹാത്മ്യം വിളിച്ചോതിക്കൊണ്ട് കേരള നടനം, ക്യൂസ്, നാടകം എന്നിവ സംഘടിപ്പിച്ചു. മുഴുവൻ വിദ്യാർത്ഥികൾക്കും അന്നേ ദിവസം പായസം വിതരണം ചെയ്തു. നവംബർ 9 ഉറുദു ദിനത്തിൽ ഉറുദു അസംബ്ലി സംഘടിപ്പിച്ചു. പനിനീർ പുഷ്പങ്ങളെയും കുട്ടികളെയും സ്നേഹിച്ച മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം LP വിഭാഗം കുട്ടികളുടെ കലാപരിപാടികളോടെയും ശിശുദിന റാലിയോടെയും നടത്തപ്പെട്ടു. കുട്ടികൾക്കായി കളറിംഗ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു. അന്നേ ദിവസം പായസം നൽകുകയും ചെയ്തു. ഡിസംബർ 18 അറബിക് ക്ലബിന്റെ ഭാഗമായി അറബിക് ക്യൂസ്, ചിത്രരചന മത്സരം തുടങ്ങിയ പരിപാടികൾ നടന്നു. ഡിസംബർ 20 സമാധാനത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ട് ക്രിസ്തുമസ് ആഘോഷിച്ചു. പുൽക്കൂട് നിർമ്മാണം, ക്രിസ്മസ് പപ്പ മത്സരം, കരോൾ ഡാൻസ്, നക്ഷത്ര നിർമ്മാണം എന്നിവ സംഘടിപ്പിച്ചു. എല്ലാ കുട്ടികൾക്കും കേക്ക് വിതരണം ചെയ്തു. കുട്ടികളിൽ ചരിത്രബോധം വളർത്തിയെടുക്കുന്നതിനും മാനസിക ഉല്ലാസത്തിനും വേണ്ടി 1, 2, 3 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ഫ്ലോറ ഫാന്റസിയിലേക്കും 4, 5, 6 ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി നിലമ്പൂർ തേക്ക് മ്യൂസിയം, കരിമ്പുഴ വന്യജീവി സങ്കേതം, കതിർ ജൈവ പാർക്ക്, കനോലി പ്ലോട്ടിലേക്കും 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി ഊട്ടിയിലേക്കും പഠന വിനോദയാത്രകൾ സംഘടിപ്പിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 29 ബഡ്ഡിംഗ് റൈറ്റേഴ്സ് സാഹിത്യ ശില്പശാല നടത്തി. സാഹിത്യകാരനും കവിയുമായ ശ്രീ രമേശ് വട്ടിങ്ങാവിൽ ക്ലാസ് നയിച്ചു. ശാസ്ത്രം, ഗണിതം, സാമൂഹ്യ ശാസ്ത്രം, ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, സംസ്കൃതം, ഹരിതം തുടങ്ങി വിവിധ ക്ലബ്ബുകൾ നമ്മുടെ വിദ്യാലയത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ഈ വർഷം LP വിഭാഗത്തിനായി 6 കമ്പ്യൂട്ടർ ഉൾപ്പെടുന്ന കമ്പ്യൂട്ടർ ലാബ് ആരംഭിച്ചു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുൻനിരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വിജയസ്പർശം പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നു. മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി 2025 ജനുവരി 1 മുതൽ സമ്പൂർണ്ണ വലിച്ചെറിയൽ മുക്ത ക്യാമ്പസായി ഞങ്ങളും മാറുകയാണ്. അതിന്റെ ഭാഗമായി 2025 ജനുവരി 1 മുതൽ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയും കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ സന്ദർശിച്ച് സമ്പൂർണ്ണ വലിച്ചെറിയൽ മുക്ത ക്ലാസുകൾക്ക് ഗ്രേഡുകൾ നൽകുകയും ചെയ്തു. 29 ക്ലാസുകളിൽ 20 ക്ലാസുകളും A ഗ്രേഡ് നിലവാരത്തിലേക്ക് ഉയർന്നു. 2024-25 അധ്യയന വർഷത്തെ ഞങ്ങളുടെ മികവുകൾ ഒറ്റനോട്ടത്തിൽ. ഒക്ടോബർ 10 മുതൽ 13 വരെ നടന്ന മങ്കട ഉപജില്ലാ സ്കൂൾ കായികമേളയിൽ ഓവറോൾ 1ാം സ്ഥാനം നേടി ഫാത്തിമ UP സ്കൂളിന്റെ യശസ്സുയർത്തി. 15 കുട്ടികൾ ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കുകയും വിജയാഘോഷത്തിന്റെ ഭാഗമായി സ്പെഷ്യൽ ഫുഡ് നൽകുകയും ചെയ്തു. സബ് ജൂനിയർ വിഭാഗം ഫുട്ബോൾ മത്സരത്തിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി മങ്കട സബ് ജില്ലയ്ക്ക് വേണ്ടി മലപ്പുറം ജില്ലാ മത്സരത്തിലേക്ക് ഏഞ്ചൽ സുനീഷ്, ഹാദിയ ഷെറിൻ, ഫാത്തിമ സഫ MP എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. മങ്കട സബ് ജില്ലാ ചെസ് ടൂർണമെന്റിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 4ാം സ്ഥാനം കരസ്ഥമാക്കി. മങ്കട സബ് ജില്ലാ കബഡി മത്സരത്തിൽ സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിലും പെൺകുട്ടികളുടെ വിഭാഗത്തിലും ഫാത്തിമ UP സ്കൂൾ 2ാം സ്ഥാനം കരസ്ഥമാക്കി. മങ്കട സബ് ജില്ലാ ഖോ ഖോ മത്സരത്തിൽ സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നമ്മുടെ ടീം 3ാം സ്ഥാനം കരസ്ഥമാക്കി.
മലപ്പുറം ജില്ലാ മിനി നെറ്റ്ബോൾ മത്സരത്തിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. മലപ്പുറം ജില്ലാ സബ് ജൂനിയർ നെറ്റ്ബോൾ മത്സരത്തിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. ഒക്ടോബർ 16 മുതൽ 20 വരെ പടിഞ്ഞാറ്റുമുറിയിൽ വെച്ച് നടന്ന മങ്കട ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ IT മേളയിൽ ഓവറോൾ 3ാം സ്ഥാനവും LP UP വിഭാഗം ശാസ്ത്രോത്സവത്തിൽ മികച്ച സ്ഥാനങ്ങൾ കൈവരിക്കുവാനും സാധിച്ചു. നവംബർ 2 മുതൽ 5 വരെ നടന്ന മങ്കട ഉപജില്ലാ കലാമേളയിൽ UP വിഭാഗം ഓവറോൾ 2ാം സ്ഥാനവും സംസ്കൃതോത്സവത്തിൽ ഓവറോൾ 2ാം സ്ഥാനവും നേടി മിന്നും താരങ്ങളായി. വിജയാഘോഷത്തിന്റെ ഭാഗമായി സ്പെഷ്യൽ ഫുഡ് നൽകുകയും ചെയ്തു. റവന്യൂ ജില്ലാ സംസ്കൃതോത്സവത്തിൽ കൂടിയാട്ടത്തിൽ 2ാം സ്ഥാനവും സംസ്കൃത ഗാനാലാപനത്തിൽ ഹിരൺ ദേവ് 1ാം സ്ഥാനവും ജനറൽ വിഭാഗത്തിൽ തിരുവാതിരക്കളി 3ാം സ്ഥാനവും നേടുകയും ചെയ്തു. അങ്ങാടിപ്പുറം പഞ്ചായത്ത് വായനാ മത്സരത്തിൽ UP വിഭാഗത്തിൽ അനിരുദ്ധസ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. താമരശ്ശേരി കോർപ്പറേറ്റ് ഇന്റർ സ്കൂൾ ടാലന്റ് ഷിയ 1.0 മെഗാക്വിസ് കോമ്പറ്റീഷനിൽ LP വിഭാഗത്തിൽ വേദിക പ്രഭാത് കുമാർ, ഷഹ്മ ഫാത്തിമ എന്നിവരടങ്ങിയ ടീം തിരുവമ്പാടി മേഖലാ തലത്തിൽ 1ാം സ്ഥാനവും രൂപതാ തലത്തിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഗാന്ധി ദർശൻ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നമ്മുടെ സ്കൂളിൽ നടന്നുവരുന്നു. ഈ വർഷം മങ്കട ഉപജില്ലാ ഗാന്ധി ദർശൻ കലോത്സവത്തിൽ ഓവറോൾ 3ാം സ്ഥാനം ലഭിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ ദ്വിതീയ സോപാൻ പരീക്ഷയിൽ 42 കുട്ടികൾ വിജയിക്കുകയും സ്കൗട്ട് ആൻഡ് ഗൈഡ് ഫൗണ്ടേഷൻ ഡേയോടനുബന്ധിച്ച് ജില്ലാതലത്തിൽ നടത്തിയ ഓൺലൈൻ ക്വിസ് മത്സരത്തിൽ ചിരാഗ് പി റോബി 3ാം സ്ഥാനം കരസ്ഥമാക്കി സ്കൂളിന് അഭിമാനമായി മാറി. ഈ അധ്യയന വർഷം LSS USS പരീക്ഷ എഴുതാൻ അർഹരായ കുട്ടികളെ കണ്ടെത്തുകയും അവർക്ക് കാര്യക്ഷമമായ പരിശീലനം നൽകുകയും ചെയ്യുന്നു. 2023-24 അധ്യയന വർഷത്തിൽ 9 LSSഉം 5 USSഉം നേടുവാൻ സാധിച്ചു. മലയാള മനോരമ ബാലജനസഖ്യം സംഘടിപ്പിച്ച പെരിന്തൽമണ്ണ യൂണിയൻ സർഗോത്സവത്തിൽ ജൂനിയർ വിഭാഗം ലളിതഗാന മത്സരത്തിൽ ധ്യാനസ് പ്രസാദ് 1ാം സ്ഥാനവും N ഹിരൺ ദേവ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ജില്ലാതല മത്സരത്തിൽ ഹിരൺ ദേവ് 1ാം സ്ഥാനവും ധ്യാനസ് പ്രസാദ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ദീപിക കളർ ഇന്ത്യ ജില്ലാതല മത്സരത്തിൽ UP വിഭാഗത്തിൽ ദേവദത്ത് MT 1ാം സ്ഥാനം കരസ്ഥമാക്കി. സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ സാധിച്ച വർഷമായിരുന്നു 2024-25 അധ്യയന വർഷം. ഈ വർഷം ഈ വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപിക ശ്രീമതി ഷീല ജോസഫ്, ശ്രീമതി ലിസിമോൾ ഡൊമിനിക് എന്നിവരുടെ സുത്യർഹമായ സേവനം നന്ദിയോടെ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. കൂടാതെ വിദ്യാലയത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകിയ എല്ലാവർക്കും, പ്രത്യേകിച്ച് മാനേജ്മെന്റ്, വിദ്യാഭ്യാസ അധികൃതർക്കും, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും, രക്ഷിതാക്കൾക്കും, പഞ്ചായത്ത് അധികൃതർക്കും, സഹ അധ്യാപകർക്കും, വിദ്യാർത്ഥികൾക്കും, പൊതുജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നല്ല ഒരു അധ്യയന വർഷം നൽകി അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വിദ്യാലയത്തിന്റെ യശസ് എന്നും കാത്തുസൂക്ഷിക്കുവാനും വളർത്തിയെടുക്കുവാനുമുള്ള ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സാദരം പൊതുജന സമക്ഷം സമർപ്പിക്കുന്നു. നന്ദി, കൂടെയുണ്ടെന്ന് നിരന്തരം ഓർമ്മിപ്പിച്ചതിന്.